പഞ്ചാബിലും പൊതുമുതൽ ധൂർത്തടിച്ച് ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ. ഡൽഹിക്ക് പുറമെ പഞ്ചാബിലും അരവിന്ദ് കെജ്രിവാളിന് ആഡംബര വസതി. പഞ്ചാബ് തലസ്ഥാനമായ ചണ്ഡീഗഡിലാണ് പുതിയ ആഡംബര ബംഗ്ലാവ് ഭഗവത് മാൻ സർക്കാർ അനുവദിച്ചത്. ബംഗ്ലാവിൻ്റെ ആകാശ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് BJP. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, ഡൽഹി ഒരു വിധത്തിൽ കൊള്ളയടിച്ചു കെജ്രിവാൾ. ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ താവളം പഞ്ചാബിലേക്കും മാറ്റിയിരിക്കുന്നു. പഞ്ചാബിൽ ആഡംബര ബംഗ്ലാവാണ് അനുവദിച്ചത് ആം ആദ്മി പാർട്ടി സർക്കാർ. എന്താണ് വിശദാംശങ്ങൾ? അനിൽ നമ്പ്യാർ, ഇപ്പോൾ ചണ്ഡീഗഡിലെ സെക്ടർ 2-ലാണ് ഏതാണ്ട് 2 ഏക്കർ വിസ്തൃതിയുള്ള ഒരു ബംഗ്ലാവ് ഇപ്പോൾ പഞ്ചാബ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം, പഞ്ചാബിൻ്റെ കൂടി തലസ്ഥാനമാണ് ചണ്ഡീഗഡ് എന്നുള്ളത്. അവിടെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ അധീനതയിലുള്ള ഏതാണ്ട് ഒരു ബംഗ്ലാവ്, 2 ഏക്കർ വിസ്തൃതിയിലുള്ള ഒരു ബംഗ്ലാവ് ഈ അരവിന്ദ് കെജ്രിവാളിന് അനുവദിച്ചിരിക്കുന്നത്. ഇത് ഏത് മാനദണ്ഡത്തിലാണ് ഈ ബംഗ്ലാവ് അനുവദിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. ഈ ബംഗ്ലാവിൻ്റെ ആകാശ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ BJP പുറത്തുവിട്ടിട്ടുണ്ട്. നേരത്തെ ഡൽഹിയിൽ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഔദ്യോഗിക വസതി സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും മറ്റും ഉയർന്നിരുന്നു. അതായത് കൊട്ടാര സമാനമായ രീതിയിൽ ഈ വസതി നിർമ്മിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതായത് ലിഫ്റ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ, അതേപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള സംവിധാനങ്ങൾ മറ്റ് ഒരു മുഖ്യമന്ത്രിമാർക്കും ഇല്ലാത്ത, രാജ്യത്തെ മറ്റ് ഒരു സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർക്കില്ലാത്ത സുഖലോലുഭതയിലായിരുന്നു അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞിരുന്നത്. അത് വലിയ വിവാദമായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു അത് വലിയ വിവാദമായിരുന്നത്. അത് ഡൽഹിയിൽ അത് വലിയ ചർച്ചയാകുകയും ചെയ്തിരുന്നു. സാധാരണക്കാരൻ തെരുവിൽ ഒരു കൂര പോലും ഇല്ലാതെ കിടന്നുറങ്ങുമ്പോൾ മുഖ്യമന്ത്രി വലിയ കൊട്ടാര സമാനമായ വീട്ടിൽ അന്തി ഉറങ്ങുന്നത് വലിയ വിവാദമായിരുന്നു. BJP അത് വലിയ വിവാദമാക്കിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് പിന്നാലെ ഈ വീട് അരവിന്ദ് കെജ്രിവാളിന് ഒഴിയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് രേഖാ ഗുപ്ത വന്നപ്പോഴും ആ വീട് ഉപയോഗിച്ചില്ല. മറ്റൊരു സാധാരണ വീടാണ് രേഖാ ഗുപ്ത ഔദ്യോഗിക വസതിയാക്കിയതും എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ യാതൊരുവിധ ഭരണഘടനാ ചുമതല അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനമോ യാതൊരുവിധ സ്ഥാനങ്ങളോ ഇല്ലാതെ കേവലം ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ മാത്രമായിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിന് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗികമായ ഒരു വസതി നൽകിയിരിക്കുന്നു. അതും 2 ഏക്കർ വിസ്തൃതിയുള്ള സ്ഥലത്ത് ഏതാണ്ട് സമാനമായ രീതിയിൽ ഡൽഹിയിൽ ഉണ്ടായിരുന്ന രീതിയിലുള്ള ഒരു വലിയ ബംഗ്ലാവ് തന്നെയാണ് അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും BJP വ്യക്തമാക്കിയിരിക്കുന്നത്. BJP ഇതിൻ്റെ ആകാശ ദൃശ്യങ്ങളും പുറത്തുവിട്ടിരിക്കുന്നു. അതേസമയം ആം ആദ്മി പാർട്ടി ഈ വാദമുഖങ്ങളെയൊക്കെ തന്നെ നിഷേധിക്കുകയാണ്. നമ്പ്യാർ, പഞ്ചാബിലും പൊതുമുതൽ ധൂർത്തടിച്ച ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ. ഡൽഹിക്ക് പുറമെ പഞ്ചാബിലും കേജ്രിവാളിന് ആഡംബര വസതി. പഞ്ചാബ് തലസ്ഥാനമായ ചണ്ഡീഗഡിലാണ് പുതിയ ആഡംബര ബംഗ്ലാവ് ഭഗവത് മാൻ സർക്കാർ അനുവദിച്ചത്. ബംഗ്ലാവിൻ്റെ ആകാശ ദൃശ്യങ്ങൾ BJP പുറത്തുവിട്ട്. നന്ദഗോപനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.